ഹായ് ഫ്രണ്ട്സ്, ഐ എം ധന്യ. വെൽക്കം ടു മൈ വീഡിയോ. ഞാൻ ഇന്നിവിടെ വെറൈറ്റി ആയിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പുഡിങ്ങുകളൊക്കെ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാനിവിടെ ഇന്ന് ഫിഗ് അഥവാ ആത്തിപ്പഴം വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ഫിഗ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കേകിയ ശേഷം ഞാനിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പൾപ്പാണ് നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഞാനിതാ ഇതിൻ്റെ ഉള്ളിലെ പൾപ്പൊന്ന് സ്പൂൺ വെച്ച് എടുക്കുന്നുണ്ട്. 2 അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലെയും പൾപ്പ് ഞാനിവിടെ പാത്രത്തിലേക്ക് നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതിനിവിടെ ഇരിക്കട്ടെ. നമുക്കിനി ആവശ്യമുള്ള മറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 1 കപ്പ് പാൽ ആവശ്യമുണ്ട്. 1 കപ്പ് പാൽ ഞാനിവിടെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നാക്കി തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഇട്ടതിന് ശേഷം നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. മധുരം കുറവുള്ളവർക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ചേർത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ്. കസ്റ്റാർഡ് പൗഡർ എപ്പോൾ ചേർക്കുമ്പോഴും തണുത്ത പാലിലേക്ക് തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൂടുള്ള പാലിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് കട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഞാൻ ഈ പാലൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് നന്നാക്കി കുറുക്കി എടുക്കുന്നുണ്ട്. കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. കാരണം അത് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വന്നോളും. ഇപ്പോൾ ഇതാ കസ്റ്റാർഡൊക്കെ ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് വരും. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. കസ്റ്റാർഡൊക്കെ ഇവിടെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതാ ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്യുന്നത് വരെ തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് കാരമലൈസ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ തിക്കാക്കി എടുക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് തണുക്കുമ്പോൾ സെറ്റായിട്ട് വന്നോളും. നമുക്കിനി ഈ പാത്രത്തിലേക്ക് തന്നെയാണ് പുഡിങ്ങിനുള്ള മറ്റ് ചേരുവകൾ ചേർക്കുന്നത്. ഇനി മിക്സിയിലേക്ക് കസ്റ്റാർഡ് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കസ്റ്റാർഡൊക്കെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ നന്നാക്കി എടുത്തിട്ടുള്ള ഫിഗ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫിഗ് എന്ന് പറയുന്നത് ഒരുപാട് വൈറ്റമിൻസും അതുപോലെ മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പുഡിങ്ങിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് നമുക്ക് ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ കാരമലൈസ് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പം ഞാൻ റെഫ്രിജറേറ്റ് ചെയ്തതിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫിഗ് വെച്ചിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഫിഗൊക്കെ കയ്യിലുണ്ടാകുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്